ശുശ്രൂഷയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തവും നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവൻ എന്നതേക്ക് മഹത്വവും ബലവും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പണ്ടുകൂടെ കർത്താവിനെ ദൈവത്തിന് മഹത്വം. ദൈവവചനം നമ്മെ നമ്മൾ ശ്രമിക്കാൻ പോകുന്നു പറഞ്ഞ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. ഞാൻ ആരംഭ ദിവസം തന്നെ പറഞ്ഞു, ഇത് വെളിപ്പാട് പുസ്തകം ഒരു വല്ലാത്ത പഠനമാണ്. കാരണം പിശാചിന് ഒട്ടും പിടിക്കാത്ത ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, 7 സഭകളുടെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോ വ്യക്തികളെയും അങ്ങനെ തൊട്ട് സംസാരിക്കാനുള്ള സാധ്യത ഇതിനകത്ത് 100% ഒരു വ്യക്തിയെ പോലും അതൊന്നും മാറ്റി നിർത്താൻ സാധ്യതയില്ല. അതാണ് ഈ 7 സഭകളോട് ലോകത്തിൽ 7 സഭകളെ പഠിക്കുമ്പോഴാണ് പ്രശസ്തരായ ദൈവദാസന്മാർ ദൈവസഭകളിൽ ആ സഭകളിലെ നിന്ന് പ്രധാനപ്പെട്ട ഏതെങ്കിലും ചില വാക്യങ്ങളെടുത്ത് പ്രസംഗിക്കുമെന്നല്ലാതെ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള കൂടുതൽ മിക്കവാറും സഭകളിൽ അതിൻ്റെ രീതിക്ക് പ്രസംഗിക്കാറില്ല. കാരണം അത് നമ്മെ ആരെയും തൊടുന്ന നമ്മളെ തന്നെ കണ്ടുവരേണ്ടതായ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ ആരംഭത്തെ പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം പഠനത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രാർത്ഥിച്ച് ജാഗ്രതയോടുന്ന ദൂതുകളെ ഏറ്റെടുത്താൽ അതെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരും. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രമാകട്ടെ. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നമ്മൾ ചില ആമുഖമായി കുറേ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ ഓടിച്ചു പോയി. അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് വായിക്കുന്ന ആ പേരുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിലൂടെ കഴിഞ്ഞ ഓർമ്മപ്പെടുത്തി പറയുക. ഈ പുസ്തകം ഒരു നിവർത്തിയുള്ള പുസ്തകമാണ്. ഈ പുസ്തകം 7 പുസ്തകമാണ്. ഇത് തുറന്നു കിടക്കുന്ന ഒരു പുസ്തകമാണ്. ഇനിയും പറഞ്ഞാൽ ഒരു അനുഗ്രഹത്തിന്റെ പുസ്തകം കൂടെയാണ്. ആമേൻ. ഇതൊന്ന് വായിച്ചാലേ അനുഗ്രഹിക്കപ്പെടും. ഇതൊന്ന് വായിച്ച് കേട്ടാലേ അനുഗ്രഹം. ഇതിനെന്തെങ്കിലും പ്രമാണിച്ചാലോ ഞാനിങ്ങനെ പറയും, അത് മഹാനുഗ്രഹമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇനി ഈ ഒന്നാമധികം നമ്മൾ കടമായി ഒന്നാമധികം പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചിന്തിച്ച് വരികയാണല്ലോ. മൂന്നാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സമയം അടുത്തിരിക്കുന്നു. എന്തിനായുള്ള സമയം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനായുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഈ ലേഖനം, ഈ പുസ്തകം, പ്രവചനം എഴുതിയിട്ട് 12,000 വർഷമായെങ്കിലും അതിന്റെ നിവർത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ 26 രാജ്യങ്ങൾ ചേർന്ന ഒരു യൂണിയനായി കഴിയുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് 10 രാജ്യമായി മാറും. ലോകത്തിൽ ഒരു കാലത്തും തമ്മിൽ ചേരാത്ത രാജ്യമാണ് യൂറോപ്യൻ രാജ്യം. അവിടെയുള്ളവരെല്ലാം വെള്ള അതേ നിറവുള്ളവരാണ്, ബുദ്ധിശാലികളാണ്, വിദ്യാഭ്യാസവാന്മാരാണ്. പക്ഷെ ഇവരെ പോലെ ചേരാത്തൊരു വർഗം ലോകത്തിലില്ല. ഇവർ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര നമുക്ക് ഇതായിട്ട് തോന്നും. പക്ഷെ ഇവരൊരിക്കലും ചേരുന്ന നോക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, 2 രാജ്യങ്ങൾ അടുത്തടുത്താണെങ്കിൽ ഇപ്പുറത്തുള്ള ഭയങ്കര ശത്രുവായില്ല. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ആഫ്രിക്കയുടെ ചില പ്രദേശങ്ങളുള്ള രാജ്യങ്ങളടക്കം
ഇന്ന് ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവൻ താമസത്തിന് നമ്മുടെ കർത്താവിന്റെ വരവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്വതന്ത്രനാണ്. ഇനി ഇന്ത്യയിൽ ഒരു സംവിധാനം എനിക്ക് തോന്നുന്നു 2004 പോകണം ആരംഭിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. 2014 നീതി ആയോഗ്. നിങ്ങൾക്ക് അറിയാം, നമുക്ക് നിങ്ങളെല്ലാവരും കേൾക്കുന്നതാണ് നീതി ആയോഗ്. പലരും എഴുതി വെച്ചിട്ടുണ്ട് നീതി ആയോഗ്. 13 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. ഒരു 13 പേരുള്ള ആളുകളെ ചേർത്ത് വെച്ച് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അവയെ ക്യാഷ് രഹിത സംവിധാനം നടപ്പിലാക്കുക. അത്രമാത്രമേ ഈ 13 പേർക്ക് ജോലിയുള്ളൂ. കയ്യിൽ ₹1 പോലും ആരുടെ കയ്യിലിരിക്കാൻ പാടില്ല. അതിനുവേണ്ടി അത് നടപ്പിൽ വരുത്തണം. ഇപ്പോൾ ആ സംവിധാനം അവരവരെ അത് സ്ഥാപിക്കപ്പെട്ടു. 2014 എനിക്ക് തോന്നുന്നത് അത് ഇന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ നോട്ടിനൊന്നും വലിയ വിലയില്ലാതെ പോയി പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊണ്ടുനടക്കുന്ന വില. ഈ അടുത്ത സമയത്ത് ഒരു ചെറിയ ഒരു കടയിൽ ഞാൻ എന്തോ കുടിക്കാനോ സോഡ കുടിക്കാനോ എന്തോ കയറിയതാണ്. ഒരു കുഞ്ഞു കടയിൽ എൻ്റെ കൂടെ ഒരാളുടെ അതേ വിളിച്ചുകൊണ്ട് പോയത്. അല്ലെന്നില്ല, ഞാൻ ഇത്രയും വേണ്ടി ഞാൻ ഈ ഇങ്ങനെയുള്ള സംവിധാനം ചെയ്തിട്ടില്ല. കാര്യമറിയാം, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ 2 സുഖം വിളിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്ന ദൈവദാസൻ ക്യാഷ് എടുത്തു. ഇവിടെ പൈസ എടുത്തില്ല. സോഡ കുടിച്ചതിന് പൈസ എടുക്കത്തില്ലെന്ന് എന്ന് പറഞ്ഞ് ഫ്രീയാണോ? അല്ല. പിന്നെ എന്നെ ചെയ്യണം? അവയെ UPI സംവിധാനം വഴി സ്വതന്ത്രലിയ ക്യാഷ് അയക്കണം. പിന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇപ്പൊ ചർച്ചകളിലെല്ലാം നമ്മുടെ ചെറിയ ചില ചർച്ചകൾ വെച്ച് ബാക്കി എല്ലാ ചർച്ചകളിലും അതായി കഴിയും. ഇപ്പൊ സ്വതന്ത്രകാഴ്ച പോലെ കൊണ്ടുവരുന്ന സംവിധാനമില്ല. സ്വതന്ത്രകാഴ്ച സമയമാകുമ്പോൾ എല്ലാവരും മൊബൈലെടുക്കും, എടുത്താൽ തെളിയപ്പെടും. അതെ, ഒരുപക്ഷെ ചില വർഷങ്ങൾ കൂടെ നമ്മൾ പോലെ സ്വതന്ത്രകാഴ്ച ചെയ്തു. പിന്നെ നിങ്ങളുടെ സ്വതന്ത്രകാഴ്ച അങ്ങനെ ഇട്ടാൽ ആ പേപ്പറിന്റെ വില പോലും കാണത്തില്ല. അതെ, എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ₹500 എടുത്തെന്ന് വെച്ചു. ഞാൻ ഈ ₹500 എടുത്തുകൊണ്ട് എവിടെ പോയാലും ആർക്കും വേണ്ട. അപ്പം നീതി ആയോഗ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഭയങ്കരമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇതെല്ലാം നമ്മളെ ചുമ്മാ വരുന്നതല്ല. കർത്താവിന്റെ വരവെടുത്തു. ഇപ്പോൾ SIR നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പലരുടെയും പേര് കാണത്തില്ല, എൻ്റെ അടക്കം. പക്ഷെ ഡിസംബർ 4 തീയതി 8 തീയതിക്കകത്ത് നമ്മളെല്ലാം പേര് ചേർക്കണം. അത്രയും ദിവസമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് നമുക്ക് വിലയില്ലാവും. ഞാൻ ആധാറുള്ള ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഒരു വിലയുമില്ല. ആധാർ കൊണ്ട് എവിടെ പോയാൽ പറയും ഷോപ്പാണ്. അവൻ ഒരു EPC എന്തോ പേരുള്ള ഒരു നമ്പർ കാണിക്കപ്പെടും. ആ നമ്പർ ഉണ്ടെങ്കിലേ ഇനി നമുക്ക് ഇന്ത്യൻ പൗരനാണെന്ന് നമുക്ക് വിലയുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് വെച്ച് നമ്മളെല്ലാവരും ചെയ്യണം. ഞാൻ ഇതുവരെ ചെയ്യാതെ നടക്കും. അതുപോലെ കാണാമെന്ന് കാര്യമൊക്കെ അങ്ങനെയാണ്. പൈസോ നമ്മുടെ ആധാറിന് നോക്കൂ, ഇന്ത്യയിൽ 12 സ്വതന്ത്രലിയ രേഖകൾ തെളിയിക്കുന്ന കാർഡുകളുണ്ട്. അതിലേറ്റവും അവസാനം വന്നത് ആധാർ കാർഡ്. ഇപ്പോൾ ആധാറിന്റെ വാല്യൂയില്ല. പൈസോ അപ്പോൾ നമ്മളെല്ലാം വേറെ ഒരു ലെവലിലോട്ട് മാറുന്നു. ഇത് ഓരോന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഒക്കെ സമയം കിട്ടിയാൽ ആ വയസ്സിലോട്ട് പിന്നീട് പഠിക്കാം. ഞാനിതൊക്കെ ആഴമായി പഠിച്ച് എൻ്റെ നോട്ടുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടത് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിനി അധികാരം ഇല്ല എന്നാണ്.
നമ്മൾ പോകാനുള്ള സമയമായി. ഹല്ലേലൂയ. എത്ര പേർക്ക് കാര്യം പിടികിട്ടുന്നു? ആരംഭിക്കുന്ന സ്തോത്രം പറയേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാനായി വരുന്ന സമയം ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ ഈ ദിവസങ്ങൾ വ്യഗ്രതയോടെ ജാഗ്രതയോടെ ഉണർന്ന് ജാഗരിച്ചു നമ്മൾ പ്രവർത്തിക്കേണ്ട സമയങ്ങളാണെന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമായി വിശ്വസ്ത സാക്ഷിയും പരിശോധന യജമാനൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ കർത്താവ് സഭകളിലെല്ലാം വീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ സഭയിലൂടെ വരുമ്പോൾ ആവശ്യങ്ങളെ നമുക്ക് പഠിക്കാം. ഇന്നിവിടെ ഒന്നാമത്തെ വരെ 6 വാക്യം പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ചില നിസ്തുല്യ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാം. 4 തിരിച്ച് പഠിക്കാം, 5 വേണമെങ്കിൽ പഠിക്കാം. വളരെ ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം പ്രവചന ഗ്രന്ഥമാണെന്നുള്ളത് പറഞ്ഞുകൊടുത്തത്. അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സംഭവിക്കും. അതിനൊരു മാറ്റമില്ല. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും പത്മോസായിപ്പോയ യോഹന്നാനിലൂടെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ധനിക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന നല്ല ദാസന്മാരെ കാണിക്കേണ്ടതാണ്. എന്റെ ദാസന്മാർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം എഫെസ്യലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം റോമാലേഖനം 6 നോക്കിയട്ടെ. പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുകയാൽ പല വിശദീകരണവും അതിന്റെ അർത്ഥം നിത്യജീവനം ആകുന്നു. കാരണം സ്വാതന്ത്ര്യമാണ്. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ. ആരാണ്? ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ ദാസന്മാരെ കാണിക്കുക എന്നതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് തന്റെ ദാസനെ യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുത്തത്. ആമേൻ. നമുക്ക് സ്തോത്രപ്രചാരട്ടെ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുവിന്റെ ദാസിമാർ അറിയണം. നമ്മളത് മനസ്സിലാക്കണം. നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് വേണം ജീവിക്കുവാൻ എന്നത് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു ദാസന്മാർക്ക് കാണിക്കേണ്ടത് വെളിപ്പെടുത്തിയ 6-ാം വാക്യമാണ് നമ്മൾ ഇന്ന് കാലം ശ്രദ്ധിക്കുന്നത്. ഓടിച്ചു പോവാം, അല്ലെങ്കിൽ അത് എത്തിക്കാൻ പറ്റില്ല. ആ വാക്യം പൂർത്തീകരിക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞത് 4-ആയിട്ടോ 5-ആയിട്ടോ ചിന്തിക്കാം. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് നമ്മെ സ്തുതിയെന്നാണ് അല്ലെങ്കിൽ നന്ദിയെന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മെ സ്നേഹിക്കുന്നവൻ, ആ വാക്കിന്റെ അർത്ഥം ഒന്ന് വീക്ഷിക്കണം. നമ്മെ സ്നേഹിക്കുമെന്നല്ല, നമ്മെ സ്നേഹിക്കുന്നവൻ. അതിന്റെ അർത്ഥം എന്നാൽ ഇന്നും നമ്മളെല്ലാം ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. ആമേൻ. ഞാൻ പറഞ്ഞ ഒരു സ്വപ്നമൊക്കെ പറയാം. അതെ, ഞാൻ ആവോളം മാക്സിമം മറ്റ് ട്രാൻസ്ലേഷനുകൾ ചിന്തിക്കാറുണ്ട്, അവയെ പഠിക്കാറുണ്ടെങ്കിൽ അത് കൂടെയൊക്കെ നോക്കുന്നുണ്ട്. കാരണം മലയാള ട്രാൻസ്ലേഷൻ നമുക്ക് ഒത്തിരി വാക്കുകൾ വ്യത്യസ്തതയുണ്ട്.
അതുകൊണ്ട് എന്നാൽ കഴിയുന്നിടത്തോളം ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നതൊക്കെ ഞാൻ മറ്റ് ട്രാൻസ്ലേഷനുകളിൽ കൂടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കൂ, നമ്മെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നന്മയും ഇന്നലകളിലും ഇന്നുമൊക്കെ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. എന്റെ സ്വന്തം ചിന്തകളിലൂടെ കടന്നുപോയി ഒരു തെളിവ് പറയാം. അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചത് ഇപ്പോഴല്ല, നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. കരവിയറിയുന്ന സ്വന്തം പറയാമോ? ഹല്ലേലൂയ. നാം ഭാവികളായിരിക്കുമ്പോൾ അവിടെ നമ്മെ സ്നേഹിച്ചു. റോമലേഖനം 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഇത് വായിച്ചാലേ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അഭക്തർ എന്ന് പറഞ്ഞാൽ ഭക്തി കെട്ടവർ, ഭക്തിയില്ലാത്തവർ. അപ്പോ അവനോട് വായിക്കുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ശാരീരികമായി ഇങ്ങനെ തന്ന ആ ഒരു അർത്ഥത്തിലല്ല അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയുവാൻ കഴിയാത്ത അവസ്ഥയിൽ നാം ആയിരുന്നപ്പോൾ. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ആമേൻ. ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയുവാനുള്ള ബലം നമുക്ക് ഇല്ലാതിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനാ അവൻ ബലഹീനനായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചത്? യോഹന്നാൻ സുവിശേഷം 3:16 വാക്യം പഠിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. വളരെ ശ്രദ്ധിക്കൂ. ഇതൊരു സ്റ്റഡി സബ്ജക്റ്റ് കൂടിയാണ്, സ്റ്റഡിയാണ്, കംപ്ലീറ്റ് സ്റ്റഡിയാണ്. അതിനകത്ത് ഞാൻ ആഗോളം അതിനൊരു മെസ്സേജായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവൻ എല്ലാവരും തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ആരും സ്വന്തം ദൈവത്തെ വിശ്വസിക്കാതെ പോകാൻ പാടില്ല. ആ വിശ്വാസത്തിനെ കുറിച്ച് നമുക്ക് സഭയോട് ബന്ധത്തിൽ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അതപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോ തന്റെ ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് ലോകത്തിലേക്ക് അയച്ച യേശുവിനെ സകല ആളുകളും വിശ്വസിക്കണം. അത് ഒരാൾ പോരാ, രണ്ടു പോരാ, ഒരു വീട്ടിലുള്ളവർ പോരാ, ഒരു നാട്ടിലുള്ളവർ പോരാ. ഈ ഭൂമിയിലുള്ള സർവ്വഭൂമിയിലുള്ള സകലര് യേശുവിനെ അവർ വിശ്വസിപ്പാനിടയാകണം. ആമേൻ. 2, ഈ സകല ആളുകൾ നിത്യജീവനെ പ്രാപിക്കണം. ആമേൻ. ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ്. ആ മർമ്മം വെളിപ്പെടുകയാണ്. ശ്രോത്രം. അപ്പോൾ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. അവല്ല ജീവനുള്ളവരാണ്. ഹല്ലേലൂയ. പക്ഷെ നിത്യജീവൻ എല്ലാവർക്കും ഇല്ല. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് സഭയോട് പറയുന്നത്, നിനക്ക് ജീവനുള്ളത് പേരുണ്ടെങ്കിൽ നീ ആരായിരിക്കുന്നു? മരിച്ചവനായിരിക്കുന്നു, അല്ലെങ്കിൽ ചത്തവനായിരിക്കുന്നു. ജീവനുള്ള പേരേ ഉള്ളൂ. അവൻ നീ നിത്യജീവനെ പ്രാപിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒരിക്കലും ഒരുപാട് യേശു എടുക്കുമ്പോൾ നിത്യജീവനെ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? അപ്പോ നിത്യജീവൻ എന്താണ് അവയാക്കി നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. ജീവൻ വേറെ, നിത്യജീവൻ വേറെ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അവനത് പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അവരെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിത്യജീവൻ നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവിനെ പ്രാപിച്ചുകൊണ്ട് നിത്യകാലം ജീവിക്കാൻ ഗർഭ്യാദ്യം സ്വതന്ത്രമാണ്. യേശു പറയുന്നത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവനുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പോലെ നിത്യകാലം ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ വരാത്തിടത്തോളം നിങ്ങൾ നിത്യകാലം ജീവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ നിത്യജീവൻ എല്ലാവരും പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് നാം ബലഹീനരായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അടുത്ത വായിച്ചപ്പോൾ അവിടെ ഒരു പദം എടുത്തു പറയുന്നത് തക്ക സമയം. ആ സമയം അവൻ മരിച്ച സമയം തക്ക സമയം. അത് ഞാൻ പഠിക്കുന്നില്ല. അപ്പോൾ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ദുർലഭം. ഹല്ലേലൂയ.
നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നുള്ള പ്രജാപൂർവ്വം ചിലപ്പോൾ മരിച്ചെന്നും വന്നേക്കാം. നീതിമാനായ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാൾ വരാം, മരിച്ചെന്ന് വരാം. പക്ഷേ അതൊക്കെ വളരെ വളരെ ചുരുക്കമാണ്. ഹല്ലേലൂയ. പണ്ട് സതി നടന്നൊരു കാലമുണ്ടായിരുന്നു. ഞാന് 81 ബോംബെയിൽ ആയിരിക്കുക. 1981 ബോംബെയിലായിരിക്കുമ്പോ അന്നൊരു വാർത്ത വടക്കിന്ത്യയിൽ ഉത്തർപ്രദേശിൽ സതി ആചാരപ്രകാരം അപ്പോഴും ഒരു സതി നടത്തി. ഭർത്താവ് മരിച്ചപ്പോൾ ചെറുപ്പക്കാരിയായ ആ പെണ്ണിനെ, പ്രത്യേകിച്ച് വടക്കിന്ത്യയിൽ ചെറുപ്രായത്ത്, ഇപ്പോഴൊക്കെ മാറിക്കാണോ, അന്നൊക്കെ ചെറുപ്രായത്തെ കല്യാണമാണ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഒരു 6 വയസ്സ് പ്രായമുള്ളപ്പോൾ 8, 10, 11 വയസ്സ് പ്രായമുള്ള പയ്യനെ വീട്ടുകാർ കല്യാണം നടത്തും. 2 വീട്ടിൽ നിൽക്കുന്നേ ഒരു 10, 12, 13 വയസ്സ് പെണ്ണിനാവുമ്പോൾ പെണ്ണിനെ വിളിച്ചു കൊടുക്കും. ഇത് അവിടുത്തെ രീതിയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പയ്യന് പ്രായം കൂടുതലായിരിക്കും, പെണ്ണ് വളരെ പ്രായം കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമുദായത്തിൽ പയ്യൻ മരിച്ചു പോയി എന്ന് വെച്ചു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അഥവാ മരിച്ചു പോയാൽ അവനെ ചിതയിൽ വെച്ച ശേഷം ഈ പെൺകുട്ടിയെ ജീവനോടെ കയറുകൊണ്ട് അവളെ കെട്ടി അരിഞ്ഞ് അവളെ കൂടി ഈ ചിതയുടെ മുകളിൽ വെച്ച് അവളെ ജീവനോടെ കത്തിക്കും. വാസ്തവത്തിൽ അവൻ ഈ പെൺകുട്ടിക്ക് മരിക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടല്ല, ഇത് പലരുടെ നിർബന്ധം കൊണ്ട് മരിക്കുന്നതാണ്. അവൻ അവിടുത്തെ ഒരു ചടങ്ങ്, അവിടുത്തെ ഒരു ആചാരം, അല്ലെങ്കിൽ ദൈവകോപം വരും, ആ കുടുംബത്തിൽ ദൈവകോപം വരും എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. എന്നാൽ അതേ പൗലോസ് പറയുന്നു, നീതി വരാൻ വേണ്ടി ചിലപ്പോൾ ആരെങ്കിലും നീതി വരാം, മരിച്ചെന്നോ വരാം. ഹല്ലേലൂയ. അത് വളരെ എണ്ണത്തിൽ ചുരുക്കമാണ്. അങ്ങനെ എന്നാൽ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. അവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവോ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ കൈകളെ ഉയർന്നില്ലല്ലോ. ദൈവം യേശു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കൈ പോകണം. അതെ, ഈ യേശുവിനെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ജീസസ് എഴുതുമ്പോ അതിന്റെ ആദ്യത്തെ അക്ഷരം ചെറിയ അക്ഷരമാണോ വലിയ അക്ഷരമാണോ? ജീസസ് വലിയ അക്ഷരം. അതെന്താ? എന്റെ പേര് മോഹനാണ്. എന്റെ പേരിന്റെ ക്യാപിറ്റലേഷൻ ഞാൻ വലുതായിട്ട് വിടും, ചെറുതായിട്ട് വിടും. സ്വന്തം എന്റെ ഇമെയിൽ ഐഡി നോക്കിയോക്കെ അമേ മോഹൻ 040@gmail.com. ഇതിൽ ഒരൊറ്റ അക്ഷരം പോലും നിങ്ങൾ വലിയ അക്ഷരം കാണുന്നില്ല. ഒരക്ഷരം പോലും നിങ്ങൾ ഇത് കാണുന്നില്ല. എല്ലാം ചെറിയ അക്ഷരം. എന്റെ ഫസ്റ്റ് മോഹൻ എം ചെറിയ അക്ഷരം. പക്ഷെ യേശുവിന്റെ പേര് എവിടെയെങ്കിലും എഴുതുമ്പോൾ ആരും ചെറിയ അക്ഷരം എഴുതാറില്ല. അതിന്റെ കാര്യം എന്താ? അവൻ വലിയവനായതുകൊണ്ട്. കരവിയത്തോട് സ്വന്തം പറഞ്ഞാൽ അവന് തുല്യനായ ആരുമില്ലെന്നാണ്. അപ്പൊ ജീസസ് എന്നോ ഗോഡെന്നോ ഒക്കെ എഴുതുമ്പോൾ അവൻ ഫസ്റ്റ് അവൻ അക്ഷരം ക്യാപിറ്റൽ എഴുതുന്നേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അത്രയും വലിയ മഹാന് എഴുത്തിൽ പോലും വലിയ അക്ഷരം കൊടുത്തിരിക്കുമ്പോൾ നമ്മളൊക്കെ ഭാവിനൊന്ന് കയ്യേക്ക് ഒന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. അതാ ഇബ്രാഹിം ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഇവരത്ര മഹാ. സോദരം ഇതൊക്കെ ചെറുപ്പം എന്നോട് കുട്ടി കുറിച്ചൊക്കെ പഠിക്കണം, എങ്കിലും ഇതൊക്കെ മനസ്സിലാവും. 100 രൂപ
ആ വ്യക്തിക്ക് പുറമേക്ക് 500 രൂപയുടെ ഫലം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ എന്നെ സംബന്ധിച്ച്. ഞാൻ 500 രൂപയ്ക്ക് പഠിക്കും. എനിക്കൊരാൾ 100 രൂപ തരുന്നുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി 500 രൂപയ്ക്ക് ഞാൻ പഠിക്കും. കുട്ടി ഞാൻ പറഞ്ഞത് മനസ്സിലായത് അത്രയും ആ വ്യക്തിക്ക് അത് ദൈവത്തെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പോയി ഇവിടെ ഇലക്ഷൻ നിൽക്കുന്ന സഹോദരി അമ്പുളി ഈ ഭർത്താവും കൂടെ വന്നു. കഴിഞ്ഞ ഇതിന് മുമ്പ് ഒരു ഇലക്ഷൻ നിന്നപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇവരോടൊന്ന് സുവിശേഷം പറയാൻ പറ്റില്ല. എന്നാലും ഇത്തവണ ഞാൻ മനസ്സിൽ വെച്ചു, മതമേ ഏത് രാഷ്ട്രീയക്കാരാണെന്നാലും സുവിശേഷം അതിന്റെ ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഞാൻ ദീർഘസമയം വിളിച്ചെടുത്ത് രണ്ടുപേരോടും ഞാൻ യേശുവിനെ അങ്ങോട്ട് ഉയർത്തുവാനിടയായി. സ്വന്തം പറയാം. അവരിൽ പോകുന്ന അതിനെ അവരുടെ തെറ്റായ ആചാരങ്ങളെയൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇനി അവർ സുവിശേഷം കേട്ടില്ലെന്ന് പറയില്ല. ഭാര്യയും ഭർത്താവിനെ പിടിച്ചത് കാരണം ഇപ്പോഴല്ലാതെ അവർ വേറെ ഒരു സുഖം ഇരിക്കത്തില്ല. ഇപ്പൊ നമ്മൾ ഇരിക്കാൻ പറഞ്ഞവരെന്ത് ചെയ്യും? അവരിരിക്കും. ഇതിനെ പറ്റത്തുള്ളൂ. സ്വത്രം എത്രയെങ്കിലും ഈ വാരക്കാലത്തുള്ള 15 ചോട്ട് ഇതിനകത്ത് കിടക്കിയില്ലേ? അമ്മേ അല്ലേ 20 ചോട്ടിന് അത്ര വലിയ അമ്മേ. ഓ നിൽക്കാൻ സ്വന്തം ചേട്ടെ അല്ലേ. അപ്പൊ സൗകര്യം ഇപ്പൊ ഞങ്ങളുടെ പള്ളിയില് മാറി സ്വന്തം സഹരക്ഷ വരുമ്പോ പഠിപ്പിക്കില്ല. നമ്മുടെ ഞങ്ങളുടെ പുരുഷനെ വിളിച്ച് നാളെ വിളിച്ച് കിടക്കണം. ഈ അവിടെ പഠിപ്പിച്ചിട്ട് ഇവിടെ ചെന്ന് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞു, നമ്മുടെ സഭയിൽ ഒരാൾ വേറെ അർത്ഥം ഒരു മെമ്പറിനോടുള്ള സുവിശേഷം പറഞ്ഞു. കേട്ടപ്പോൾ വലിയ സന്തോഷം. ഇനി എന്റെ കയ്യിൽ കിട്ടുമോ എനിക്കറിയില്ല. അവൻ ഈ ബാക്കിയുള്ളത് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു. സ്വത്രം ഞാൻ പറയുന്നത് നമ്മള് മെനക്കെട്ടാൽ നമ്മൾ സഭയിൽ ചെലവഴിച്ചാൽ നമ്മളിട്ട് പൈസ ഇറക്കി പുസ്തകങ്ങൾ വാങ്ങിക്കുകയും പഠിക്കുകയും വാങ്ങിയ പണ്ഡിതന്മാരോട് ഇരുന്ന് പഠിക്കുകയും ചെയ്താൽ അത് എവിടെയെങ്കിലും ഗുണമായി തീരും. കാരണം എത്ര വലിയ സ്തോത്രം പറയാൻ പറ്റും. ശ്രദ്ധിക്കൂ, ഞാനൊരു വിഷയത്തിലേക്ക് വരാം. അവൻ ക്രിസ്തു ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അതിന്റെ അർത്ഥം അവയെ നമ്മെ അപ്പോഴേ സ്നേഹിച്ചതുകൊണ്ട് അഖരവ്യാധിയുടെ സ്വതന്ത്രയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് വന്നതല്ല, അല്ലെങ്കിൽ നാളുകൾ വരുന്നതല്ല. അത് ഇന്നലകളിലേ നമ്മെ തേടി വന്ന സ്നേഹമാണ്. അതിന്റെ ഫലമാണ് നമ്മളൊക്കെ ഈ രക്ഷ അനുഭവിച്ചത്. അതിന്റെ ഫലമാണ് ഈ സന്തോഷം നാം അനുഭവിക്കുന്നത്. അതിന്റെ ഫലമാണ് നമ്മ ഈ അനുഗ്രഹത്തിലേക്ക് വരുവാൻ കാരണമായത്. ഇന്ന് നമുക്കുള്ള സന്തോഷം ലോകത്തിനില്ല, ഇന്നലകളിൽ നമുക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കതിന്റെ കാരണം അവൻ നമ്മുടെ ഇതിന്റെ പുറകിൽ ഒരു സ്നേഹം കടന്നു വന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. പൗലോസ്, ഞാൻ ഇവിടെ പറഞ്ഞു പോകാം. ഇന്ന് നമുക്ക് യൂത്ത് മീറ്റിംഗ് ഇല്ലല്ലോ, ഇല്ലേ? ഇന്നുണ്ടോ? ഓ, ഇത് യൂത്ത് മീറ്റിംഗ് അല്ലേ? അയ്യമാണ് അടുത്ത ഞായറാഴ്ച അല്ലേ? അടുത്ത പ്രാവശ്യം വെക്കാമോ? ഈ മാസത്തുണ്ട്. അടുത്ത പ്രാവശ്യം വെക്കാം. ഇന്നൊരു 10 മിനിറ്റ് കൂടെ ഇരിക്കുക. മഴയില്ലേ? പോയിട്ട് പോകാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കൂ. പൗലോസ് നമ്മുടെ റിപ്പോർട്ടാണ്. എന്നാൽ ഈ സ്നേഹത്തിൽ നിന്നാണ് ആർക്കും വ്യാപരിക്കാൻ പറ്റില്ല എന്ന് പൗലോസ് പറയാം. അതിന് പൗലോസ് അനേക ഘടകങ്ങൾ നിരത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മെ അകറ്റാൻ നോക്കുന്ന ഘടകങ്ങളെ താൻ നിരത്തി വെക്കുക. ഹലോ, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഈ സ്നേഹത്തിൽ നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നാം അഭക്തരായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി മരിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മെ വേർതിരിക്കാൻ കഴിയില്ല. എന്നാൽ പൗലോസ് പറയുന്നു, വേർതിരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അവയ്ക്ക് നമ്മെ വേർതിരിക്കുവാനാണ് ആഗ്രഹം. പക്ഷേ പൗലോസ് പറയും, ഇതിനും എന്നെ ഈ സ്നേഹത്തോട് വേർതിരിക്കുവാൻ കഴിയത്തില്ല. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ 35 വാക്യങ്ങളാണ് പൗലോസ് അതുമായി ബന്ധപ്പെടുന്നത്.
മനോഹരമായ വാക്യമാണ്. എങ്കിലും അവനോട് ചുരുങ്ങി പോകുന്നത് നല്ലതാണ്. ഞാൻ ഈ ഭാഗം ചുരുക്കി പോകുക കിട്ടുന്നില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ. അവൻ പൗലോസ് ആദ്യം പറയാ, നോക്കൂ, ഈ ബലഹീനരായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്നു. ജീവനെ തരുന്നൊരു വലിയ സ്നേഹം പറയില്ലല്ലോ. ഹല്ലേലൂയ. ചിലപ്പോ ഭർത്താവ് ഭാര്യയോട് പറയും, എടി ഞാൻ നിനക്കൊണ്ട് നിനക്കൊണ്ട് ഞാൻ ജീവനെ തരും. ഇവർക്ക് ജീവനെ കൊടുക്കേണ്ട സമയം വരുമ്പോൾ കിട്ടി കൊടുക്കണമെന്ന് പറയുമ്പോൾ, അത് ഡോക്ടറെ എനിക്ക് ഷുഗറുണ്ട്, എനിക്ക് പഞ്ചസാരയുണ്ട്, 2-3 ഹല്ലേലൂയ. എനിക്ക് ചെറിയ ബ്ലോക്ക് ഉണ്ട്, ഹല്ലേലൂയ. എനിക്ക് കാലിൽ കൊണ്ട് തരിപ്പുണ്ട്, സ്വോത്രം, ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതെന്തുവാ? ഞാൻ നിനക്ക് എന്ത് തരും? നിങ്ങളൊന്നും വിട്ടതില്ലല്ലോ. ഇവളോട് പറഞ്ഞതാ, ഞാൻ കൂടെ ഞാൻ നിനക്ക് ജീവനെ തരും എന്ന് പറഞ്ഞാൽ, നീ മരണാവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നീ മരിക്കാതിരിക്കുമ്പോൾ, നീ ജീവിക്കേണ്ടത് നിനക്ക് നഷ്ടപ്പെട്ട കിഡ്നി ഞാൻ തരികയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് പറഞ്ഞ ആളാ സ്വതന്ത്രം. ഡോക്ടർ പറയാ ഇനി രക്ഷയില്ല, കിഡ്നി അല്ലെങ്കിൽ ഹാർട്ട് അല്ലെ പോക്ക, ഇത് മാറ്റണം. സ്വതന്ത്രം ഏതോ അവൻ പറഞ്ഞത് വെച്ചോ. അപ്പോഴാ പറയുന്നത്, എനിക്ക് ഷുഗറുണ്ട്, എനിക്ക് സ്വാമി സ്വന്തം സമയത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പറയില്ലേ, വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഡോക്ടറെ. സ്തോത്രം. ഇതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യരുടെ സ്നേഹമൊക്കെ ഇത്രയാണ്. പൂർവ്വജനത്തിന് പിന്നെ കൂടുതൽ അത് വേറെ. എന്നാൽ നോക്കൂ, ക്രിസ്തു അങ്ങനെയല്ല. നമ്മളെ സ്വതന്ത്രം, നമ്മുടെ ബലഹീനത അറിഞ്ഞ് നമ്മുടെ ആവേശം ഭക്തിയില്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹ നിമിത്തം അവൻ നിത്യ നരകത്തിലേക്ക്, നിത്യ മരണത്തിലേക്ക് പോകേണ്ട എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിത്യ ജീവനെ പകർന്നു തരുവാനിടയായി. മനസ്സിലായോ? മനസ്സിലായോ? നിത്യമായ മരണത്തിലേക്ക്, നരകത്തിലേക്ക് പോകേണ്ടി വന്ന നമ്മെ, പോകേണ്ടതായിരുന്ന നമ്മെ അങ്ങോട്ട് വിടാൻ തയ്യാറായില്ല. അങ്ങോട്ട് വിടാൻ തയ്യാറാകാതെ എന്ത് ചെയ്യണം? നമ്മൾ ജീവൻ പകരാൻ വേണ്ടി അവൻ ജീവനെ തരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മുതൽ കടന്നിരിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയണം, ഞാൻ നിങ്ങളുടെ നിത്യ നരകത്തിലേക്ക് ഉപ്പുകുത്തേണ്ടവരായിരുന്നു. പക്ഷേ ആ ഭക്തരായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നവർ, ദൈവം ആരെന്നറിയാതിരുന്നപ്പോൾ, ദൈവം എന്തെന്നറിയാതിരുന്നപ്പോൾ, തന്റെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അവിടെ നമുക്ക് വേണ്ടി ജീവനെ തരുവാനിടയായി. ഈ ഞായറാഴ്ച ആരാധനയിൽ പോകും മറക്കല്ലേ? അതാ പറഞ്ഞ ഈ സ്നേഹത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം ജീവനെ തന്ന സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർതിരിക്കാൻ കഴിയും? എന്റെ അപ്പൻ തരാത്ത സ്നേഹം, എന്റെ അമ്മ തരാത്ത സ്നേഹം, എന്റെ കുടുംബങ്ങൾ തരാത്ത സ്നേഹം, എന്റെ ജാതി തരാത്ത സ്നേഹം, എന്റെ മതം തരാത്ത സ്നേഹം, എന്റെ ഗോത്രം തരാത്ത സ്നേഹം. നോക്കൂ, അവൻ ഞാൻ പഠിച്ച ഗമാലിയൽ യൂണിവേഴ്സിറ്റിക്ക് തരാൻ കഴിയാത്ത സ്നേഹം എനിക്ക് നൽകിയ ഈ സ്നേഹത്തിൽ നിന്ന് എന്റെ ആർക്ക് വേർതിരിക്കാൻ കഴിയും? പറയാ, വായിക്കുന്നത് സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ കാര്യങ്ങൾ അവിടെ നിലത്തുകയോ കുറെ ഘടകങ്ങളാണ്. അത് കഷ്ടതയോ സങ്കടമോ കഷ്ടതയ്ക്ക് എന്നെ ഈ സ്നേഹത്തിൽ വേർപിരിക്കാൻ കഴിഞ്ഞാൽ വേർപിരിക്കാൻ വേണ്ടി ശ്രമിച്ചത് വരാം. കഷ്ടത വരുമ്പോൾ പണം വിട്ടുപോകാറില്ലേ? ചിലർക്ക് അനുഗ്രഹം വരുമ്പോഴാണ് വിട്ടുപോകുന്നേ. കഷ്ടതയോട് ഞാൻ എത്രയോ വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവസ്ഥകൾ മാറി ദൈവ അനുഗ്രഹങ്ങൾ കൊടുത്ത അവയെ രോഗം, ദുരിതം, കാരണത്തിന്റെ അനുഭവങ്ങൾ ഇതെല്ലാം മാറി സന്തോഷവും നല്ല അനുഗ്രഹങ്ങളും നല്ല നന്മകളും ഒക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ പ്രാപിച്ചു ഈ പക്ഷെ അവർക്കൊന്നും ഇപ്പൊ ദൈവത്തെ വേണ്ട. അവരോട് എത്തിപ്പേരെങ്കിൽ എൻ്റെ അനുഭവമാണ്. അവർക്ക് കാര്യം കഴിയുമ്പോൾ ദൈവത്തെ വേണ്ട. നമ്മെ സമ്പന്നതയും വലിയ കുഴപ്പമാണ്. ലബോദിക്കയുടെ പേരിൽ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും സമ്പന്നത നമ്മളെ ഇവിടെ കൊണ്ടെത്തിക്കുന്നു.
അതുകൊണ്ട് ഉള്ളതനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അധിക സമ്പന്നനാകാൻ ശ്രമിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അധിക സമ്പന്നത ആഗ്രഹക്കടികളിൽ കൊടുക്കുകളിൽ ചെന്ന് ചാടുമെന്ന് ഞാൻ പഠിപ്പിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. നിത്യവൃത്തിക്കുള്ളത് കിട്ടുമ്പോഴല്ല അതിന് സ്തോത്രം ചെയ്തോട്ടെ. കാരണം എനിക്കിതൊരു അനുഭവമുണ്ട്, എനിക്ക് ഒത്തിരി അനുഭവം. ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പലരും എന്ന ദൈവത്തെ കൂടാതെ ജീവിക്കുന്നു. എന്റെ അനുഭവമാണ്. അതൊരു വലിയ വിഷയം. കൂട്ടെ, സ്വാഭാവികമായി ദൈവത്തെ വിട്ടുപോകാൻ സാധ്യതയുള്ള കട്ടത വരുമ്പോഴാണ് ഞങ്ങളുടെ കട്ടത ഞങ്ങൾ ഇത് തന്നെ. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ വിവരിക്കുന്നുണ്ട്, എന്നെ കട്ടതയ്ക്ക് ഈ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. വിവരിച്ചു പോകുന്നില്ല. കഷ്ടതയ്ക്കോ സങ്കടത്തിനോ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ സങ്കടം വരും. നമ്മൾ ആത്മാർത്ഥത കാണിക്കാൻ നമുക്കിട്ട് വാരം കഴിയുമ്പോൾ സങ്കടം വരും. എനിക്ക് കെട്ടണം വാർത്തോടെ നിന്ന ദിവസം ഉണ്ടായി സങ്കടം പറഞ്ഞിരിക്കുന്നു. അന്ന് ഞാൻ അനുഭവിച്ച സങ്കടം ഈ മേൽക്കൂര വാർക്കുന്ന ഞാൻ എന്താണ് കാര്യം പറയുന്നില്ല. പക്ഷെ ദൈവം ഒന്ന് നമ്മുടെ മിനിസ്റ്ററിൽ കൂടെ ഇടപെട്ടതുകൊണ്ടെന്ന് എനിക്ക് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അകറ്റാൻ സാധ്യതയുണ്ട്. പൗലോസ് സങ്കടത്തിന് എന്നെ അകറ്റാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. കട്ടതയ്ക്കോ സങ്കടത്തിനോ അടുത്ത് ഉപദ്രവത്തിനോ വായിച്ചിട്ട് വിവരിക്കുന്നില്ല. പട്ടിണിക്കോ നഗ്നതയോ ആപത്തോ വാളോ അപകടമോ വാളോ എന്ന് പറഞ്ഞ കഴുത്തിൽ വെട്ടിക്കളയുന്ന അനുഭവമോ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ വന്നാലും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയത്തില്ല. അവര് വാള് കഴിഞ്ഞപ്പോ ഇപ്പൊ അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇല്ല. ഇപ്പൊ വസ്ത്രങ്ങൾ ഇഷ്ടംപോലെ നമുക്കുണ്ട്. ഒരു കാലത്തൊക്കെ എത്ര അരിയോട്ട് വീട്ടിലായാലും വർഷത്തിൽ ഒരു തുണിയായിരിക്കും കിട്ടുന്നത്. വീട്ടുകാരെടുത്ത് കൊടുക്കുന്ന വർഷത്തിൽ ഒരു തുണി, ക്രിസ്മസിനോ ഓണത്തിനോ അങ്ങനെയുള്ള സമയം. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ മിക്കവാറും തുണിയെടുപ്പം ഇപ്പം അങ്ങനെ കടയിൽ പോയി കൊണ്ടുവന്നു. അപ്പൊ ആഗോള ഈ ഉദാരവൽക്കരണം വന്നതോടെ ഇപ്പം നമ്മളിപ്പോൾ കടയിൽ പോകുന്നത് നടത്തി. കാരണം വീട്ടിൽ ഇരുന്നാൽ മതി. നമ്മൾ ഈ കുത്തുന്ന സാധനങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വരും. അത് കൊള്ളാം, നന്നായിരിക്കുന്നു, 300 രൂപയല്ലേ, ഉടനെ ഒരു അടിയും മേടിച്ചു പോയി വരട്ടെ. അങ്ങനെ ഇപ്പൊ വന്ന് വീട്ടിൽ വെക്കാൻ സാധിക്കില്ലാതായി. മറ്റേ കടയിൽ പോകണമെന്നല്ലോ, എന്നും ചാടിച്ചാടി പോകുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ പറയില്ലേ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്വതന്ത്രം അങ്ങനെ അത് അടിച്ചു പിടിക്കുക. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരും അതിന് കൈയുണ്ടല്ലോ. ഹല്ലേലൂയ. അവിടിപ്പോ നഗ്നതയില്ല. പക്ഷെ പൗലോസിന്റെ കാലത്ത് നഗ്നത ഉണ്ടായിരുന്നു. പൗലോസിന്റെ കാലത്ത് ഉടുതുണിക്ക് മറുപടിയില്ലാത്ത കാലമായിരുന്നു. ഹല്ലേലൂയ. പട്ടിണി ഉണ്ടായിരുന്ന കാലമായിരുന്നു. അവൻ ആപത്തുണ്ടായിരുന്നു. എപ്പോൾ വേണം അവൻ മരണം സംഭവിക്കാം, എന്ത് സംഭവിക്കാം. ഈ ഒരു സാഹചര്യം ജീവിതത്തിൽ നിലനിന്ന ഘട്ടത്തിലാണ് താൻ പറയുക, ഞാൻ ബലഹീനനായിരുന്നപ്പോൾ, ഞാൻ അഭക്തനായിരുന്നപ്പോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ആ നിത്യജീവനെ, ആ നിത്യസ്നേഹത്തെ എനിക്കങ്ങനെ പിരിയാൻ പറ്റേ. നഗരനാണെങ്കിൽ ഞാൻ നഗരനായി നടക്കുക. അവയെ വാഴ കിട്ടുമെന്നാൽ അതിന് ഞാൻ ഓക്കെ ചെയ്യാം. പട്ടിണി ഇടയ്ക്കെടുന്നത് ഞാൻ പട്ടിണിക്ക് തയ്യാറാ. കട്ടതയാണെങ്കിൽ കട്ടതയ്ക്ക് ഞാൻ തയ്യാറാ. സങ്കടമാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. എങ്കിൽ ഈ സ്നേഹത്തിൽ നിന്ന് ഈ ഘടകങ്ങൾക്കൊന്നും എന്നെ വേർതിരിക്കാൻ സാധ്യമല്ല. അതാണ് പൗലോസിന്റെ തീരുമാനം. യോഹന്നാനിലൂടെ കർത്താവ് തന്റെ ദാസന്മാരെ കാണിക്കുന്നത് നമ്മെ സ്നേഹിച്ചവൻ യേശു. കരവിയത്തിലൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മെ സ്നേഹിച്ചവൻ. ഇത്ര നല്ലൊരു സ്നേഹിതൻ വേറെ ഇല്ലല്ലേ. ആ സ്നേഹത്തിന്റെ മുമ്പിൽ നിന്ന് അടിയറവയ്ക്ക്, ആ സ്നേഹത്തിന്റെ മുമ്പിൽ നിന്ന് കുമ്പിട്, ആ സ്നേഹത്തിന്റെ മുമ്പിൽ നിന്ന് താഴൂ. നമുക്ക് ഒരുമിച്ച് ഒന്ന് താഴാം.
ഇനിയപ്പോൾ അപൂർവ ആ സ്നേഹത്തിനായി നമുക്ക് ജീവിക്കാം. ആമേൻ. എന്നെ വന്നാലും ഈ സ്നേഹം വിട്ടുപോകരുത്. ആമേൻ. പൗലോസ് മരണമാകട്ടെ ജീവനാകട്ടെ എന്തുമാകട്ടെ, പക്ഷെ ഈ സ്നേഹം നമ്മളെ അകറ്റരുത്. അപ്പോൾ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. അവിടെ ഒത്തിരിക്കാൻ ഇനി ഞാൻ ഷോക്കായി പറഞ്ഞു പോകാം. രണ്ട്, അടുത്ത് പറയുന്നു നമ്മുടെ പാപം പോക്കിയവൻ. അങ്ങനെയല്ലേ വായിച്ചേ? അതെ, നമ്മുടെ പാപം പോക്കിയവൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാനും നിങ്ങളുമൊക്കെ പാപികളായിരുന്നു. ബൈബിൾ പറയുന്ന പാപം അധർമ്മം തന്നെ. ധർമ്മവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചവർ, ആദ്യ പാപം കുടികൊണ്ടിരുന്നവർ. ഹല്ലേലൂയ. യശയ്യാപ്രവാചകൻ പറയുന്നത് ആദ്യ പിതാവ് പാപം ചെയ്തു, ആ പാപത്തിന്റെ പരിണിതഫലം അനുഭവിച്ച് പാപികളൊന്ന് പേരുകൊണ്ടവർ. സ്തോത്രം. അല്ലെങ്കിൽ നമ്മളെല്ലാം എന്ത് പേരുകൊണ്ടവരാ? പാപികളെന്ന് പേരുകൊണ്ടവരായിരുന്നു. എന്നാൽ ആ പേരിന് കാരണമായി എന്നിൽ നിന്നും സ്വതം മൂടി നിന്ന പാപത്തെ യേശു കഴുകി നമ്മെ ശുദ്ധീകരിച്ചു. യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ വാക്യം എന്താ പറയുന്നത്? വാക്യം പുതിയ പോലെ 1:7. അപ്പൊ ഈ മൂടിക്കിടന്ന അവയെ പാപത്തെ അവയെ കർത്താവ് കഴുകിയെന്ന് ശുദ്ധീകരിച്ചു. എന്തുകൊണ്ടാ കഴുകിയത്? നമ്മെ തന്റെ രക്തം കൊണ്ട്, കാൽവരിയിൽ ചൊരിയപ്പെട്ട പുണ്യാഹ രക്തം കൊണ്ട് അവിടെ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിപ്പാനിടയായി. ലോകത്തിൽ ഒന്നിനും നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതല്ല, ഈ പാപത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതല്ല. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അതിന്റെ 4-ാം വാക്യം പറയുന്നു. അവൻ ഒന്ന് വായിക്കൂ. 1-2 വാക്യം പെട്ടെന്ന് വായിച്ചേ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാവങ്ങളെ നീക്കുവാൻ അല്ലെങ്കിൽ കഴുകി വെടിപ്പാക്കുവാൻ കഴിയുന്നതല്ല. മതി, കൊടുത്തുള്ളൂ. അപ്പൊ കാളയുടെ രക്തത്തിനോ ആട്ടുകൊറ്റന്റെ രക്തത്തോ ഇതെന്താ രണ്ടും എടുത്തു പറയുന്നത്? പഴയ നിയമ കാലഘട്ടത്തിൽ പാപത്തിന് ആണ്ടുപോയ മാനവരക്ഷയ്ക്ക് പാപ പരിഹാരത്തിന് ആലയത്തിൽ വരുമ്പോൾ കാളക്കിടാറിയ ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. ഇത് രണ്ടുമില്ലാതെ യാതൊരിടത്തിൽ വരാൻ പറ്റത്തില്ല. ഞാൻ ഈ ക്ലാസ് വിളിച്ചു കൊടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. യഹൂദന്റെ ആലയത്തിൽ 93 സാധനം വേണം. സയൻസ് സിയോണി വിശ്വസിക്കാറ് 90 സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ യാഗപീഠത്തിലുള്ള കല്ലുണ്ടാക്കിയിരിക്കുന്നത് കാരണം അത് ഇരുമ്പിന്റെ അംശമാണില്ല. യാഗപീഠത്തിലുള്ള കല്ലവർ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ കല്ല് കടലിന്റെ അടിത്തട്ടുള്ള മണ്ണെടുത്താണ് കല്ലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. 90 സാധനം ഉണ്ടാക്കി. ഞാൻ ഇത് പഠിക്കുന്നവരെ പഠിച്ചിരുന്നത് ഡോമോസിലും അലാസ്ക പള്ളിയും തകർത്താലേ ആലയം വരത്തുള്ളൊന്നും ഇല്ല. അതിന്റെ തൊട്ടടുത്തായി 150 അടി മാറി ഒരു പ്രത്യേക ചെറിയൊരു ആലയം ഒരു ഇത് വെച്ചിട്ടുണ്ട്. അത് യഹൂദൻ അവിടെ കാര്യമെടുക്കത്തില്ല. അവിടെ ചവിട്ടിയാൽ അവിടെ ചവിട്ടുന്നവർ മരിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥമായി അബ്രഹാം അവനെ യാഗം കഴിച്ച സ്ഥലം. അവിടെയാണ് യെരൂശലേം ദേവാലയവും മറ്റും ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആ സ്ഥലം അവിടെ ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. അവരെപ്പോ വേണം ആലയം പണിയാം. അവൻ ആലയത്തിന് വേണ്ടത് 90 സാധനം റെഡിയാക്കി കഴിഞ്ഞു. ഇനി 3 സാധനം മാത്രമേ അവൻ റെഡിയാക്കാറുള്ളൂ. അവൻ കവലകളൊക്കെ അതെല്ലാം റെഡിയാക്കി. സ്വതം പെട്ടകം അവർ കണ്ടെത്തി. ഇടത്ത സമയത്ത് വാർത്തയിലൊക്കെ വന്നതാണല്ലോ. പെട്ടകം അവരിയ്ക്കുന്ന എവിടെയും ഇരിക്കുന്നത് അവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. സ്വതം നിയമവട്ടം ഇരിക്കുന്നതിനൊക്കെ അമേൽ കണ്ടി അവർക്ക് ഇരിക്കുന്ന ഇത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു 3 സാധനം കൂടെ റെഡിയാക്കിയാൽ യഹൂദന് എപ്പോ വേണം ആലയം പണിയാം. നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പക്ഷെ അത് പണി നടക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയി പറ്റത്തുള്ളൂ. അവന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല. അത് പണി നടക്കണം. ഒരു സഭ പോണം. പ്രൈസലോ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പഴയ നിയമകാലത്ത് അവൻ ദൈവാലയത്തിന്റെ മുമ്പിൽ, സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ
സ്വതന്ത്രലിയ ശലോമോന്റെ ആലയത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ സ്വതന്ത്രലിയ ആമേൻ അവിടെ ഒരു ഭാവിയായ മനുഷ്യൻ വരുമ്പോൾ അവൻ കാളക്കൂട്ടനെയോ കാളക്കുട്ടിയോ ആട്ടുകുട്ടനെയോ കൊണ്ടുവരണം അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന്. ഇത് മനസ്സിലാക്കിയ പൗലോസ് എഴുതി വെക്കുക, കാളകളുടെയോ ആട്ടുകുട്ടന്റെയോ രക്തം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ കഴിയുന്നതല്ല. പിന്നെ ഏത് രക്തത്തിനാ പാപപരിഹാരം വരുത്തുവാൻ കഴിയുന്നത്? യേശുവിന്റെ രക്തത്തിലേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമാചരണമല്ലാതെ 9:22 എഴുതി വെച്ചിരിക്കുന്ന പോലെ അവയെ രക്തം ചൊരിയേണ്ടി വന്നത് യേശുവിന്. ആ രക്തം ചൊരിയപ്പെട്ടത് കൊണ്ടാണ് പാപിയായ മനുഷ്യനായ എനിക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ പാപമോചനം പ്രാപിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടിരുന്ന നമ്മെ പൊതിഞ്ഞിരുന്ന ആ പാപം നീങ്ങിപ്പോയത് ഈ രക്തം കൊണ്ട് കഴിയത് കൊണ്ടാണ്. സ്തോത്രമൊന്ന് നന്നായിട്ട് പറയേ. ഹല്ലേലൂയ. അധികം തെളിവുകളെടുത്ത് ബഹുമാനിക്കുക. സ്വന്തം സമയങ്ങളിൽ 1-2 വാക്യം മാത്രം വായിക്കാം. എബ്രായർ 9:26 വാക്യം. ഒത്തിരി വാക്യങ്ങൾ തരേണ്ടത്, പക്ഷേ നമുക്ക് മുമ്പിലോട്ട് പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ, സ്വർഗ്ഗത്തേക്കാൾ ഉന്നതൻ. പവിത്രൻ നമ്മുടെ ഒരു ഭാഗം കൊണ്ട് നോക്കിയുള്ള താഴ്ന്നപ്പോഴുള്ള സ്വന്തം യാതൊരു കൊണ്ട് ഭാഗം എത്ര വാക്യമാണ്? ആ മഹാപുരോഹിതനല്ലോ ആദ്യം സ്വന്തം പാപങ്ങൾക്കായി, ശ്രദ്ധിക്കുക, ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. കാരണം സ്വന്തം പറഞ്ഞാട്ട് യേശുവിന് കൂടെ യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം തന്റെ രക്തം പാപമില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം, ആ രക്തമാണ് ഭാവിക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിച്ചത്. ആ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ആ രക്തത്താൽ എന്റെയും നിങ്ങളെയും പാപമെല്ലാം കഴുകിക്കളഞ്ഞു. ആമേൻ. അതുകൊണ്ട് വെളിപ്പാട് കഴിയവൻ അവൻ നമ്മുടെ പാപം പോകിയവൻ. ഇതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അതിന്റെ വിട്ടൊന്നും എന്തെങ്കിലും ചിന്തിക്കുക. സ്വോത്രം. അതിന്റെ 1-2 വാക്യം അല്ലെങ്കിൽ വായിച്ചോ. എബ്രായർ 9:22, 24 ഒത്തിരി വാക്യങ്ങളുണ്ട്. 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ആർക്കും വിമോചനമില്ല. പാപിക്ക് വിമോചനമില്ല. കാരണം സ്വാതന്ത്ര്യമാണ്. പാപിക്ക് വിമോചനം വേണമെങ്കിൽ രക്തം ചൊരിയണം. പൗലോസിന് എഴുതുമ്പോൾ അവിടുത്തെ രക്തം മറുവിലയായി നമുക്ക് വേണ്ടി സമർപ്പിച്ചു തന്നിരിക്കുന്നേ. ആമേൻ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ശുദ്ധീകരിക്കപ്പെടുവാൻ, അവർ ശുദ്ധീകരിക്കപ്പെടുവാനാൽ യേശു തന്റെ രക്തം ചൊരിയേണ്ടി വന്നു. അതിന് അതില് അധികം എടുക്കാൻ ഞാൻ പോകുന്നു. സ്വന്തം പിന്നീട് കൂടുതൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി എന്നെ കാണുമ്പോൾ സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കർത്താവ് ശ്രമിക്കട്ടെ. ഒത്തിരി തെളിവുകൾ പോകാൻ ഇത് മുതൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് യേശു ചൊരിയപ്പെട്ട രക്തം എന്റെ നിങ്ങളുടെ പാപം ശുദ്ധീകരിക്കാനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ബൈബിൾ പറയുന്നത് അവൻ നമ്മുടെ പാപങ്ങളെ പോക്കിയവൻ എന്ന് മുതൽക്കാൻ. ഈ ലോകത്തിൽ ആരും നമ്മുടെ പാപം പോക്കിയില്ല കേട്ടോ. ഒരു മത സംവിധാനത്തിൽ നമ്മുടെ പാപം പോക്കാൻ കഴിയില്ല. ഈ ലോകത്തിൽ കഴിക്കുന്ന ഒരു യാഗങ്ങൾക്ക് നമ്മുടെ പാപം പോക്കാൻ കഴിയില്ല. ഒന്നിനും കഴിയാതെ വരുന്ന സ്ഥാനത്ത് ഏകയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ യേശുവിന് കഴിഞ്ഞു. ഹല്ലേലൂയ. അവന്റെ രക്തം പാപമില്ലാത്ത രക്തം, അതിലൂടെ രക്തം. ഹല്ലേലൂയ.
യേശുവിന്റെ രക്തത്തിന് അനേക പ്രത്യേകതകളുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്യം 1-2 വാക്യം തരാം. 1-ാമത്തെയും 5-ാം വാക്യം അവിടെ പറയുന്നു. വെളിപ്പാടും 3:5 അതേ ശുദ്ധീകരണം ആദ്യം വരുത്തുന്ന രക്തം. ഹല്ലേലൂയ. ആമേൻ. 5-ാമത്തെയും 9-ാം വാക്യം പഠിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയ രക്തം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 12-ാമത്തെയും 11-ാം വാക്യം പഠിച്ചാൽ ആമേൻ സാത്താന്റെ മേൽ ജയം തരുന്ന രക്തം. 7-ാമത്തെയും 14-ാം വാക്യം പഠിച്ചാൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ അശുദ്ധികളെ പോക്കി നമ്മുടെ അങ്കിയെ വെളുപ്പിക്കുന്ന രക്തം. അതാ യേശുവിന്റെ രക്തം എന്ന് പറയുന്നത്. ആമേൻ. ആ രക്തത്താൽ ശുദ്ധീകരണമുണ്ട്. ആ രക്തത്താൽ ജയമുണ്ട്. ഏത് പിശാചും മാറി നിൽക്കും. ഈ രക്തത്തിന്റെ മുമ്പിൽ ഒരു പിശാചിനും വന്നതുകൊണ്ട് അധികാരം ചെലുത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഈ രക്തം അവൻ ചെയ്യാൻ തരുന്ന രക്തമാ. കരവിയർക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് മകൾക്കാണ് ഞാൻ പറയട്ടെ, ഏതെങ്കിലും ശക്തികൾ നിനക്കോ എനിക്കോ വിരോധമായി നിന്ന് തലപൊക്കി വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. ഏത് രക്തം? നമ്മുടെ പാപം മുക്കിയ രക്തം. കാൽവരിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് ചൊരിയപ്പെട്ട രക്തം. ആ രക്തത്തിനോട് ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ഒരു ശക്തി നടത്തില്ല. കാരണം ആ രക്തം ജയം തരുന്ന ദൈവമാണ്. ഇനി നോക്കൂ, അവർ അതിന്റെ 7-ാമത്തെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ജീവിതത്തിൽ മലിനത സംഭവിച്ചാലും എന്നെ കേൾക്കുന്ന ദൈവവൈതലെ തമ്പുരാന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കും. അവൻ അതുകൊണ്ട് മല്ലപ്പെട്ടുകൊണ്ടിരിക്കണമെന്നല്ല എന്റെ അർത്ഥം. പക്ഷെ മലിനത സംഭവിച്ചു പോയെന്ന് വെച്ചോ, സംഭവിച്ചു പോയാലും ഈ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഇത് നമ്മെ വിശുദ്ധീകരിച്ച് കാക്കുന്ന രക്തമാണ്. ഈ രക്തത്തിന് അത്രമാത്രം ശക്തിയാണ്. ഈ ശക്തിയെ അനീശ്വരയുടെ മറ്റൊന്നിനും ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ഉജാലക്കാരൻ മനസ്സിൽപ്പെടുത്തും. നോക്കൂ, സ്വന്തം കറ പിടിച്ച ഒരു വസ്ത്രത്തെയുണ്ട്. ഇതാ നോക്കൂ, ഉജാലയിൽ നോക്കിയിട്ടെടുത്തപ്പോ വെളുത്തന്ന്. ഹല്ലേലൂയ. നീ 365 ദിവസം വെച്ചിരുന്നാലും അങ്ങനെ വെളുക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ യേശുവിന്റെ രക്തം അതേ സ്വതകളിൽ നമ്മുടെ കറകളെ, നമ്മളിൽ പറ്റുന്ന മലിനതകളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ മതിയായ രക്തമാണ്. അതുകൊണ്ട് മതിൽക്കരവിനെ കേൾക്കുന്ന ദൈവസഭ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. സാത്താൻ വെല്ലുവിളി ഉയർത്തുമ്പോ, പോരുകൾ അടുത്ത് വരുമ്പോ ഹല്ലേലൂയ അപ്പോൾ എന്ത് ചെയ്യണം? യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. യേശുവിന്റെ രക്തം നമ്മെ വിടുവിക്കുന്ന രക്തം. ആമേൻ. കുഞ്ഞാട്ടിത്തീരു ഞാൻ ശുദ്ധ കാഴ്ചകളും അപ്പൊ 1 ദൈവം നമ്മെ സ്നേഹിക്കുന്നവൻ, 2 നമ്മുടെ പാപം മുഖ്യവൻ, 3 തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചവൻ. ഹല്ലേലൂയ. 4-ാമത്തെ പ്രത്യേകത 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. ആമേൻ. ഹല്ലേലൂയ. ഈ രാജ്യം എന്നത് അങ്ങനെ രാജാക്കന്മാരെന്ന് വിവർത്തനം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ രാജ്യമാക്കി തീർത്തു പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാരാക്കി തീർത്തു എന്നാണ്. ഹല്ലേലൂയ. ഇതെങ്ങനെയായി രാജാക്കന്മാരായത്? വിശ്വാസത്താൽ അവൻ ലഭിച്ച നീതീകരണം വഴിയാണ് നമ്മൾ രാജാക്കന്മാരായി തീർന്നത്. കൊലോസ്യരുടെ ലേഖനം 1-ാം 12-13 വാക്യം ഇത് വായിച്ചാട്ടെ. കൊലോസ്യരുടെ ലേഖനം 1-ാം 12-13 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തത് 13 വാക്യം. അവിടെ നോക്കൂ, ദൈവം നമ്മെ ഇപ്പോൾ ഹല്ലേലൂയ
സ്തോത്രം. എന്താക്കി മതി? ഒന്നുകൂടെ വായിച്ചോ, ഒന്നുകൂടെ ആ പറഞ്ഞു വായിച്ചോ. അപ്പൊ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി. ഈ പ്രാപ്തി നമുക്ക് ലഭിച്ചത് ദൈവത്തിന്റെ നീതീകരണത്തിലൂടെയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പാപത്തിലാണ്ട് കിടന്ന എനിക്ക് നിങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവ് നമ്മെ പാപിയല്ല എന്ന് മുദ്രണം കൊത്തുവാൻ തക്കവണ്ണം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ എന്നെ നിങ്ങളെ നീതീകരിപ്പാനിടയായി. ഹല്ലേലൂയ. നീതീകരണം വിഷയത്തിൽ ഒരു ദിവസം കൂടാ ഹല്ലേലൂയ കൂടാ അവിടെ കിടക്കുന്നില്ല. സ്തോത്രം. അപ്പോ ഈ നീതീകരണം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? വിശ്വാസത്താൽ. ആമേൻ. റോമാലേഖനത്തിൽ പറയുക എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ നിങ്ങള് അവൻ നീതീകരണം പ്രാപിക്കുവാൻ ഇടയായിട്ടുള്ള യേശുവിനുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ എനിക്ക് നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ആ നീതീകരണം പ്രാപിച്ച വിശുദ്ധന്മാർക്ക് അവകാശത്തിന് വെളിച്ചമാക്കി ദൈവം തീർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും രാജാക്കന്മാരാക്കി മാറ്റിയിരിക്കുക. കരമേൽക്കുന്ന സ്വതന്ത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ സാധാരണ പൗരന്മാരല്ല, സ്വാമി സ്വർഗത്തിൽ നമ്മൾ രാജാക്കന്മാരാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ രാജാക്കന്മാരാണ് സ്വർഗത്തിലൊക്കെ. യേശു ക്രിസ്തു ആരായിരിക്കും? രാജാതി രാജാവല്ലാതെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ രാജാക്കന്മാരുടെ രാജാവായിരിക്കുമ്പോൾ അവിടെ രാജാക്കന്മാരായിരിക്കുന്നത് നമ്മളാണ്. ആമേൻ. ഒന്ന് സ്തോത്രമൊക്കെ പറയേ. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അനേക തെളിവുകളുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നതോട് ഞാൻ വിവരിച്ചു പോകുന്നില്ല. അപ്പോ ഹല്ലേലൂയ നമ്മളിനെ ഇവിടത്തെ അവസ്ഥയിലല്ല നമ്മളാകുന്നത്. ഹല്ലേലൂയ. 1000 ആണ്ട് വാഴ്ചയിലും ഇങ്ങനെയല്ല. നമ്മൾ രാജാക്കന്മാരായിരിക്കും. നമ്മുടെ കർത്താവ് രാജാതി രാജാവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എന്നുള്ള രാജാവിന്റെ പ്രത്യേകത എന്താണ്? ഒരു കിരീടം വെച്ചതുകൊണ്ട് രാജാവായി. അതെ. രാജാക്കന്മാർ കിരീടം വയ്ക്കുന്നില്ലേ? രാജാവിന് കിരീടമുണ്ട്. നമുക്ക് പ്രതിഫലമായി കിരീടമുണ്ട്. പക്ഷെ അത് കിരീടങ്ങളെ കുറിച്ച് പറയാം. കിരീടം വെച്ചതുകൊണ്ട് രാജാവെന്ന് പറയാം. രാജാവ് എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവരും പുകഴ്ച പ്രാപിച്ചവരുമാണ്. കരമേൽക്കുന്ന സ്വന്തനാട്ടെ. ഒരു രാജാവെന്ന് പറഞ്ഞാൽ അവൻ അധികാരമുള്ളവനാ. അവൻ വിലയില്ലാത്തവനല്ല. ഹല്ലേലൂയ. പണ്ട് നാട്ടുരാജ്യങ്ങളിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. രാജ്യങ്ങളിൽ രാജാക്കന്മാർ ഇന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊന്ന് അധികാരമുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അവൻ പുകഴ്ച പ്രാപിച്ചവരായിരിക്കുക. നമ്മുടെ അവൻ തൂവലുകളെല്ലാം പൊങ്ങി നീക്കും. ആമേൻ. സ്തോത്രം. അത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വിശ്വാസി തിരിച്ചറിയ ഞാനൊരു സാധാരണക്കാരനല്ല. ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ കട്ടത, ഈ ഭൂമിയിലെ പ്രയാസ, ഈ ഭൂമിയിലെ ഞെരുക്കമല്ല ഞെരുക്കമുണ്ട്. ഈ ഭൂമിയിലെ എല്ലാറ്റും ഞാൻ കടന്നു പോകേണ്ടി വരുന്നുവെങ്കിൽ എന്നെ ശുദ്ധീകരിച്ച് കഴുകി വെച്ചിരിക്കുന്നവ ഒരു നിസ്സാരനായിട്ടല്ല വച്ചിരിക്കുന്നത്. അവന്റെ സന്നിധി ഒരു ദിവസം ഞാൻ രാജാവായിരിക്കാൻ പോകുക. അത് അവൻ തിരിച്ചറിയുന്നവർ ഇന്ന് പത്രക്കാലം ഒന്ന് സ്തോത്രം ചെയ്താണ്. ധാരാളം സത്യങ്ങൾ പഠിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് എല്ലാം എടുത്തു പോകാനുള്ള സമയം പോരാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കിനി പുരോഹിതനാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൂടെ ഒന്ന് ഓർപ്പിച്ച് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നോക്കൂ, അതിന് 5-ാമതായി 4-ാമത് നമ്മൾ രാജാക്കന്മാരാണ്. ഹല്ലേലൂയ. സ്വന്തം രാജാക്കന്മാരായി രാജ്യമാക്കി ദൈവം മാറ്റി. രാജാക്കന്മാരായി മാത്രമല്ല, രാജാക്കന്മാരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആരും കൂടെയാണ്? പുരോഹിതന്മാരാണ്. രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്തു തീർത്തു എന്ന് പറഞ്ഞാൽ എന്തുവാ? പുരോഹിതന്റെ ജോലി എന്തുവാ? സ്വന്തം. ഹല്ലേലൂയ. പുറപ്പാട് 19 1-2 വാക്യം വായിക്കാം. അതിന്റെ 5-6 വാക്യം നമ്മൾ വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക്
കേട്ട് അനുസരിക്കുകയും ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും രാജത്വവും വിശുദ്ധ ജനവുമാകും. ഇസ്രായേലോട് ദൈവം പറയുക, നിങ്ങൾ ഈ എന്നെ അനുസരിക്കുമെങ്കിൽ, എന്റെ പ്രമാണം അനുസരിക്കുമെങ്കിൽ, അതൊക്കെ ഞാൻ അന്ന് വിവരിക്കുന്നില്ല, നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ ആരായിരിക്കും? ഭൂമിയല്ല എന്റേതാണ്. ഈ ഭൂമിയല്ല ആരുടേതാണ്? ദൈവം പറയുന്നത് അത് എന്റേതാണ്. അത്ര ഇവിടെ വിശാല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റേതാണ്. അത്ര ഒരു സിദ്ധാന്തം ഇതെന്റെ ദേശമാണ്, ഇതെന്റെ കയ്യിലാണ്, ഞാൻ പറഞ്ഞ ലോകം നടക്കണം. അവൻ പറയുമ്പോൾ ഒരു ചുറ്റും നടക്കത്തില്ല, നമ്മൾ പറയുമ്പോൾ ഒരു നടക്കത്തുള്ളൂ. ഒന്ന് സ്വന്തം പറഞ്ഞാണ് വിശാലി പറയാൻ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അവൻ പേടിപ്പിച്ചു വയ്ക്കുകയാണ് ഇവിടെ. നീ പറയണം ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ആമേൻ. ഞാൻ പറയുന്നത് അനുസരിക്കണം വിശാലേ. ഹല്ലേലൂയ. ഞാൻ അത്ര ചോട്ട സാധനമല്ല, നീ തിരിച്ചറിയണം. ഞാൻ ആരാ? ഞാൻ രാജാവാണ്. തീർന്നില്ല, ഞാൻ പുരോഹിതനാണ്. എന്തുകൊണ്ട്? ഞാൻ എന്റെ ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്ന വൈദ്യരാ. സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. അവൻ മന്ത്രവാദി ദേശത്ത് കളിച്ചാൽ പറയണം, ദിവസം കിട്ടുകിട്ട സമയം എന്ന് പറയണം. ഹല്ലേലൂയ. പിന്നെ അവയുടെ കാണത്തില്ലെന്നേ. ശ്രോത്ര മാനസാന്തരപ്പെടാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മാനസാന്തരം അറിയുന്ന ഇവിടെ കാണത്തില്ലെന്ന് പറയണം. ഹല്ലേലൂയ. കാരണം ഈ ഭൂമി എന്റെ ദൈവത്തിന്റെ അവധിയാണ്. അതിലപ്പോഴും ഇപ്പോഴും എവിടെ കൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, നിനക്കുണ്ട്. ഇവിടെ ആർക്കും കെട്ടിയിടാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ശക്തിക്ക് നമ്മളോട് അതിരികൽപ്പിക്കാൻ പറ്റത്തില്ല. നീ ഇതിനെ പുറം വരരുത്, അതിനപ്പുറം എന്റേതാണ് എന്ന് പറഞ്ഞിവിടെ ഒരു പണ്ടലത്തിലും പറയപ്പെടെ. കാരണം ഈ ഭൂമി മൊത്തം നമ്മുടെ അപ്പന്റെ വകയാ. സ്തോത്രം പറയാമോ? ആമേൻ. ആമേൻ. അവിടെ തന്നെ ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും ദൈവം പറയുക, ഇസ്രായേലേ, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. പ്രവാദികളുടെ പുസ്തകം 6 വാക്യം. ഇസ്രായേലിനോട് പറയാ, നിങ്ങൾ ഈ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും. അതൊന്ന് വെച്ച് നിങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാവും. പക്ഷെ ഈ കൂട്ടം നീ അറിയോ, ഇത് പ്രാപിച്ചില്ല. ആരെ? ഇസ്രായേൽ ഇത് പ്രാപിച്ചില്ല. സ്വത്രം ഇസ്രായേൽ അവൻ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ഉയർന്നെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട പദവിയായിരുന്നു അവൻ അതിലൂടെ നടത്തുക. എന്നാൽ അവർക്കത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്താ അവർ പ്രാപിക്കുക? അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു. നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ ദൈവം പറയുന്ന വാഗ്ദത്തം നമുക്ക് വരത്തില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ ദൈവിക നന്മകളൊന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ ദൈവ അനുഗ്രഹമൊന്നും നമ്മുടെ കുടുംബത്തിന് വരില്ല. പക്ഷെ ദൈവ ഇഷ്ടത്തിന് ജീവിച്ചുകൊണ്ട് എല്ലാം വന്നത് വേണ്ട വേണ്ടെന്ന് പറയുന്ന രീതിയിൽ വന്നത്. സ്തോത്രം. നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ നമുക്ക് ലഭിക്കുന്ന പേര് പുകഴ്ച വർണ്ണിക്കാൻ സാധ്യമല്ല. നിങ്ങളായിരിക്കും ഇസ്രായേൽ, അതേ പുരോഹിതന്മാരായിരിക്കും, വിശുദ്ധ ജനമായിരിക്കും എന്ന് നിങ്ങൾ അറിയപ്പെടുന്നത് ഇവർക്ക് വേണ്ടിയില്ല. അറിയാലൊരു മക്കളൊക്കെ വായിക്കാം. 24:43. അടുത്ത്
ചെയ്യുമായിരുന്നു. അടുത്തത് മനുഷ്യപുത്രങ്ങൾ മതി ഇവിടെ ഒരു വാക്യം ഇവിടെ ശ്രമിക്കുക. നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? അസ്വരവിനെ കുറിച്ചുള്ള ബന്ധത്തിൽ ഇസ്രായേലിനുള്ള ദൂത, അതായത് സുഷി 24 അദ്ദേഹത്തിൽ ഏറെക്കുറെ ഇസ്രായേലിനുള്ള ദൂത, ഇസ്രായേലിനോട് പറയുന്നതാ. ഹല്ലേലൂയ. ഇവരെന്ത് ചെയ്തില്ല? ഇസ്രായേലിന്റെ അമ്മയെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ ഒരുങ്ങിയില്ല. ഹല്ലേലൂയ. അവരുടെ ചരിത്രമെല്ലാം നമ്മൾ താഴോട്ട് പഠിച്ചാൽ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അവരത് ഒരുങ്ങിയില്ല, അവനനുസരിച്ചില്ല, ദൈവത്തിന്റെ നിയമത്തെ പാലിച്ചില്ല. ഈ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ലഭിക്കേണ്ട പദവി അവർക്ക് നഷ്ടമായി. എന്നാൽ ദൈവം നമുക്ക് തന്നു, പുതിയ നിയമസഭയായി നമുക്ക് ആ പദവി തന്നു. അതിനെക്കുറിച്ച് പത്രോസ് പറയും. 1 പത്രോസ് 2:9 സുഖമായ വാക്യമാണ്. പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കിത് കാണാൻ അറിയുന്ന വാക്യം തന്നെയാണ്. ഒന്ന് വായിക്കേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സർപ്പടങ്ങളെ ഓഷിപ്പാത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും മാത്രമേ, വംശവും മാത്രമേ. കാരണം സ്വന്തം പറഞ്ഞോണ്ട് അപ്പൊ ഇത് ആർക്കായി പദവി കിട്ടേണ്ടിയിരുന്നത്? ഇത് ആർക്കാ ഉള്ള പദവിയാ? ഇസ്രായേലിനുള്ളത്. 9 പറയുന്നുണ്ടല്ലോ, എല്ലാം അവർക്കുള്ളതാ. ദൈവവും കൂടെ ആർക്കുള്ളതാ? അവർക്കുള്ളതോ? 13 വരികയാണ്. അവർ ഇസ്രായേലില് പുത്രത്വം, തേജസ്, നിയമം, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തം, ആറ് കാര്യം അവർക്കുള്ളതാ. ഈ വർഗത്തിനുള്ളതാ. ഈ പദവി കിട്ടാൻ യോഗ്യരല്ല നമ്മളാര്. നമ്മളെല്ലാം പുറംപറമ്പിൽ കിടന്നവരാ. ദൈവം പറഞ്ഞെടുത്ത പ്രത്യേക സമ്പത്ത് ഇസ്രായേല. അവൻ ഇസ്രായേലിനാണ് പുരോഹിതന്മാരെന്നും വിശുദ്ധ ജനമെന്ന് രാജാക്കന്മാരൊക്കെ എന്നുള്ള പേര് കിട്ടേണ്ടത്. സമൂഹത്തെ അവരാണ് അറിയപ്പെടേണ്ടത്. പക്ഷേ അവർ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനോ ഒരുക്കുവാനോ തയ്യാറായില്ല. പ്രാണനാഥൻ വന്നപ്പോൾ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ അംഗീകരിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് ആ ഭാഗ്യവത ഈ ജാതികളായ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായത്. നമ്മൾ ഇതിന്റെ 8ാം ഘട്ടത്തിൽ വരെ എന്തില്ലായിരുന്നു? യോഗ്യതയില്ലായിരുന്നു. പക്ഷേ നമുക്കിത് ലഭിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയണം കൃപയാ. സദാ പറഞ്ഞ ഞാൻ ആയിരിക്കുന്നത് കൃപയാ. എനിക്ക് ലഭിച്ച പദവി കൃപയാ. എന്റെ അനുഗ്രഹം കൃപയാ. ഹല്ലേലൂയ. ദേശത്തിന്റെ നടുവേ അതിൽ മോഹൻ എന്ന് പറഞ്ഞൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച എന്നെ ആരെങ്കിലും കാണുമ്പോൾ പാസ് എന്ന് പറഞ്ഞ് ഉണങ്ങുന്നത് കിട്ടിയത് എന്റെ അപ്പം തന്ന ബഹുമാനമല്ല. ഇത് ദൈവമായി കർത്താവിനെ രക്ഷിച്ചത് കൊണ്ട്, ദൈവം എനിക്ക് തന്ന പദവിയായതുകൊണ്ട് എനിക്ക് ആ ഭാഗ്യം മഹത്ഭാഗ്യം ലഭ്യമായത്. നമ്മയെല്ലാം ഈ ലോകത്തിൽ ആരെങ്കിലും അംഗീകരിക്കുന്നെങ്കിൽ അതൊന്നും നമ്മുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയല്ല, അവിടുത്തെ കൃപയാ. എവിടെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് നിന്നെ കാണുമ്പോ ഇവർ ദൈവവൈദ്യനാണ്, ഇവർ പെന്തക്കോസ്തുകാരാണ്, ഇവർ രക്ഷിക്കപ്പെട്ട കൂട്ടമാണ് എന്ന് പറയുന്നത് ഓർത്തുകൊണ്ടാണ് കിട്ടിയത്. കഴിവുകൾ കൊണ്ടല്ല, കൃപയാ. കൃപയോട് നന്നായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാണ്. ഒരു വാക്യം കൂടെ വായിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നോക്കുക, നമ്മളെല്ലാവരും ആരായി മാറി? ഇപ്പൊ പുരോഹിതന്മാരായി. നമ്മൾ പുരോഹിതന്മാരായതുകൊണ്ട് നമുക്കൊരു മധ്യസ്ഥൻ വേണം. അത് യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ മാത്രമാണ്. ഹല്ലേലൂയ. ആ മധ്യസ്ഥൻ അല്ലാതെ നമുക്ക് വേറെ ഒരു അല്ലാതെ വേറെ ആരുടെയും മധ്യസ്ഥത നമുക്ക് ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് വരിക. ഈ പുരോഹിതന്മാർക്ക് എവിടെ പോകാം? കൃപാസനത്തിനടുക്കൽ പോകാം. പക്ഷെ ഭാവിക്ക് എന്നെ അറിയാൻ പറ്റത്തില്ല. ഹലോ, ഭാവിക്ക് എന്നെ അറിയാൻ പറ്റത്തില്ല. പോകെ ഇസ്രായേൽ എല്ലാ ആവേശമുള്ള പുരോഹിതന് മാത്രമേ കൃപാസനം വരെ പോകാൻ പറ്റൂ.
ഹല്ലേലൂയ. ഭാവിയായ മനുഷ്യൻ ഒരു ആട്ടുകുട്ടനെയോ കാളക്കിടാവിനെയോ കൊണ്ടുവന്ന് പ്രാകാരത്തിൽ കൊണ്ടുവന്ന് അർപ്പിച്ച് പാപപരിഹാരം പ്രാപിച്ചു പോകുകയല്ലാതെ ഇതിന് അകത്തോട്ട് കയറാൻ ഒരു പ്രവേശനമില്ല. ആമേൻ. അവ അകത്തവൻ കയറണമെങ്കിൽ ഇവൻ ആരായി മാറണം? കൂടാരത്തിന് അകത്ത് കയറണമെങ്കിൽ ഇവൻ പുരോഹിതനാകണം. ആമേൻ. എനിക്ക് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടായി അതുവരെ വന്നെടുക്കാൻ കഴിഞ്ഞത്? യേശുവിനോട് ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാനും നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ കഴിഞ്ഞത് എന്തിനാണ്? എന്തുകൊണ്ടാ പറയേ എന്തുകൊണ്ടാ നേരിട്ട്? അല്ലെങ്കിൽ കാശിക്കാരി പോലെ വളഞ്ഞ വഴി ഇവിടെയൊക്കെ നമ്മൾ പോകണമായിരുന്നു. നമ്മളിപ്പോ ഡയറക്റ്റല്ലേ നമ്മുടെ കാര്യങ്ങളെ നേരിട്ടല്ലേ നമ്മുടെ കാമയും മധ്യസ്ഥനായ യേശുവിനോട് പറയുന്നത്. നമുക്കൊരു മധ്യസ്ഥനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. അങ്ങനെ ഡയറക്റ്റ് യേശുവിനോട് നീയും ഞാനും ഒക്കെ പറയല്ലേ? നീ ആ നിങ്ങളുടെ അതേ കാര്യങ്ങൾ വന്ന് എല്ലാവരോട് പറയാറുണ്ട്. ചില പ്രാർത്ഥിക്കണമേ ചില വിഷയങ്ങൾ അത് പറയും. അവൻ സ്വാഭാവികമായി എല്ലാം നിങ്ങൾ തുറന്നു പറയുന്നത് യേശുവിനോട് നേരിട്ടാ. അവൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നു? നിങ്ങളുടെ അർത്ഥത്തിൽ ആ വഴിയിലെ പോയിട്ട് എല്ലാ കാര്യം എന്നോട് വന്ന് ചോദിച്ചു അമ്മയെ പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. അതെന്താ? കാരണം നിങ്ങൾ പുരോഹിതന്മാരായി മാറിയതുകൊണ്ട്. ഓ സ്തോത്രമാണ്. ഒന്ന് സ്തോത്രം പറയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോ കൃപാസനത്തോളം വരാം. ആമേൻ. നിങ്ങൾക്കിപ്പോ എവിടെ വരെ വരാം? നിങ്ങൾക്ക് കൃപാസനത്തോളം വരാം. ഹല്ലേലൂയ. വാക്യം വായിച്ചാലേ 1 Pet-5 Ibrahim 4:16. ഞാനിത് പ്രസംഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ദൈവം എന്നെ താങ്ങി. 1 Pet-5 വായിക്കുമ്പോൾ ജീവനുള്ള കല്ലായവൾ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ആത്മീക യാഗം കഴിപ്പത്തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പാടിയപ്പെടുന്നു. കരകേറുന്നത് സ്വന്തം പറഞ്ഞാണ്ട് പണി പ്രധാനമാണെങ്കിൽ നിങ്ങൾ ഓരോ സാധനം കൊണ്ടുവന്ന് ഇവിടെ തരാം, ഇവിടെ തരണം, ഞാൻ കൊണ്ടുവന്ന് കഴിക്കണം. നിങ്ങളൊരു രാവിലെ ഒരു ആട്ടുകുട്ടിയോട് വരണമായിരുന്നു. അല്ല നിവൃത്തിയില്ലാത്തവരുടെ പ്രാഥമികമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു? വരണം, അന്ന് എന്റെ കയ്യിൽ എന്ത് ചെയ്യണം? ഞാൻ നോക്കും മൂലം വന്നതാണോ അല്ലയോ? സ്വത്രം ഇപ്പൊ നോക്ക് എന്തൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ സ്വതന്ത്ര കാഴ്ചപ്പെട്ടു ഞാൻ നോക്കിയോ? ഡയറക്റ്റ് TPM-കാരൻപടി അവർക്ക് കുഴപ്പം പറ്റിയത്. അവരാണെങ്കിൽ അടുത്ത് നിന്നുകൊണ്ട് എല്ലാം അമ്മയച്ചോ ദശാംശം കൊണ്ടുപോകണം. സ്വതന്ത്രം ഇവിടെ അതില്ല. നിങ്ങൾ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പം അപേക്ഷ പഴയതി കൊണ്ടാണ് നിങ്ങളെല്ലാം കൊണ്ട് എന്റെ കയ്യിൽ തരണം. ഞാൻ കൊണ്ടത് എന്ത് ചെയ്യും? ഞാൻ കൊണ്ടത് യാഗം കഴിക്കും. ആ വാക്യം മറന്നു പോയിട്ട് 2 വളരെ ഇമ്പോർട്ടൻ്റ് വാക്യമാണ്. അതിൽ ഇപ്പോഴോ ആരാധനയെല്ലാം ദൈവത്തിന് കൊടുക്കാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ വിശുദ്ധ പുരോഹിത വർഗമാക്കി മാറ്റി എന്ന് പറഞ്ഞ പ്രാകാരത്തിലല്ല, നിനക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്റെ അടുക്ക് അതിയ കൃപയിലിരിക്കുന്നവന്റെ അടുക്ക് ഡയറക്റ്റ് വന്ന് നിനക്ക് ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്ന് പറയുന്നത്. അവയെ പാസത്തിന്റെ തല്ലുപോലെ നീ ആരാധിക്കേണ്ടത് നീ സ്വയം ആരാധകനായി മാറണം. നീ വീട്ടിൽ നിന്ന് വരുന്നത് ആരാധിക്കാനായിരിക്കണം. നീ അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നത് ആരാധിക്കാനായിരിക്കണം. ഇവിടെ വന്നിട്ട് പാസ് കൈയടിക്കണോ നീ നോക്കരുത്. ഇവിടെ വരുമ്പോൾ അവൻ ഓർമ്മ നീ നോക്കരുത്. ഇവിടെ വരുമ്പോൾ മൈസെറ്റ് ഉണ്ടോ നീ നോക്കരുത്. ഇവിടെ വരുമ്പോൾ ഇത് നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന കൃപാസനമാണ്. ഇവിടെ ഒരു നാഥനുണ്ട്. ആ നാഥന്റെ സന്നിധിയിലാണ് നീ വന്നു നോക്കുന്ന ബോധ്യത്തോട് ആരാധിച്ചു നോക്ക്. അതിന്റെ നടുവിൽ നിനക്ക് വിടുതല. അങ്ങനെ ആരാധിക്കുന്നവരെ വിടുതൽ പ്രവർത്തിച്ചു പോകുന്നത്. അല്ലാത്തവർ
അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, കരുണ ലഭിപ്പാനും തത്സമയത്തുള്ള കൃപ പ്രാപിക്കുവാനായി നമ്മൾ എങ്ങനെ വേണം അവൻ ദൈവസേന വരുമ്പോ പേടിച്ചു പിടിച്ചു വരരുത്, വിറച്ചു വരരുത്. ധൈര്യത്തോടെ വേണം. തെറ്റുകളുണ്ടെങ്കിൽ ഏറ്റുപറയണം, കുറവുകളുണ്ടെങ്കിൽ സമ്മതിക്കണം. ഹല്ലേലൂയ. കാരണം നിന്നെ കൊല്ലുന്നവനല്ല ഇപ്പോൾ നിന്നോട് കൃപ കാണിക്കുന്നവനായിരിക്കുക. ആമേൻ. ഇപ്പോൾ തീയായിട്ട് നമ്മൾ നിൽക്കുന്നത് കൃപയായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. അവിടെ വരണം, ധൈര്യത്തോടെ വരണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ഇത് നോക്കിയല്ല നീ വരട്ടെ. എന്നെ സ്നേഹിക്കുന്നവൻ, എന്റെ പാപമോക്കിയവൻ, തന്റെ രക്തത്താൽ എന്നെ വിളിച്ചവൻ, എന്നെ രാജാവാക്കി മാറ്റിയവൻ, എന്റെ ദൈവം അവിടെയുണ്ട്. ഞാൻ അവനോട് എന്റെ കാര്യം പറയും, ഞാൻ അവന്റെ മുമ്പിൽ എന്റെ ഹൃദയം പകരും. അവൻ എന്നോട് ക്ഷമിക്കും, അവൻ എന്നെ സഹായിക്കും, അവൻ എന്നെ മകളോട് ചേർക്കും, അവന്റെ മകനാക്കി മകളാക്കി എന്നെ തീർക്കുക. അവൻ എനിക്ക് നഷ്ടപ്പെട്ട സന്തോഷം തരിക. ദാവീദ് ഒരിക്കൽ പറഞ്ഞത് ഒരു 12-ാം സങ്കീർത്തനത്തിൽ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ വീണ്ടും നീ പാഞ്ഞു ചെല്ല്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. അല്ലെങ്കിൽ ഞാൻ ചാടും, വീണ്ടും ചാടും. 40 ദിവസം ചാട്ടം തീർന്നു പോയി, ചാടാൻ പറ്റിയില്ല. എന്റെ കുഴപ്പം തന്നെയാ, പക്ഷെ ഇനിയും ഞാൻ ചാടും. ഇനിയും ഞാൻ ആവേശം ആരാധിക്കുക, ഇനിയും ഞാൻ സുവിശേഷം പറയുക, ഇനിയും ഞാൻ ആത്മാക്കളെ നേടുക, ഇനിയും ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുക. എന്റെ ദൈവം എന്നെ ഇനിയും ഉപയോഗിക്കുക. ഏറ്റെടുക്കുന്ന വധക്കാരൻ ദൂരെ ഏറ്റെടുക്കാൻ മനസ്സുണ്ട്. അതുകൊണ്ട്